ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഡെയിലി വ്ളോഗ് പോലെയല്ല, ഒരു 2 റെസിപ്പീസിൻ്റെ വീഡിയോസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒന്ന് നല്ല കാരപ്പത്തിൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്, മക്രോണി റെസിപ്പി. അപ്പോൾ ചിക്കന് അതുപോലെ കുറേ സോസും അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാം, കുട്ടികൾക്ക് മക്രോണി സ്കൂളിലേക്കെല്ലാം എളുപ്പത്തിൽ ഉണ്ടാക്കാം. അതിനായിട്ടുള്ള ഒരു ഗ്ലാസ് മക്രോണി എടുത്തിട്ടുണ്ട്. ആസ് യൂഷ്വൽ വെള്ളം കുറച്ച് ഉപ്പിട്ടിട്ട് ആ വെള്ളം തിളക്കുമ്പോൾ നമ്മൾ ഈ മക്രോണി ഇട്ടിട്ട് ഊറ്റാം. ആ സമയം കൊണ്ട് നമുക്ക് കാരപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. അതായത് ഒരു ഗ്ലാസ് പച്ചരിക്ക് ഒരു പിടി ചോറിട്ടിട്ട് നല്ലോണം ജ്യൂസ് മെഷീനിലിട്ട് അരച്ചു കൊടുക്കാം. അതുപോലെ ഈ മക്രോണി കുറച്ച് സമയം കൂടിയും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്റ്റിഫാകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കും. ഞാനിവിടെ ഒലീവ് ഓയിലാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത്. ഒന്നുകിൽ വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ, അതാണ് നമ്മൾ ഹെൽത്തിന് ഏറ്റവും നല്ലത്. അപ്പോൾ മക്രോണിക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് ക്യാരറ്റും ഒനിയനും പച്ചമുളകും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മുടെ പച്ചരി നമുക്ക് ജ്യൂസ് മെഷീനിലിട്ട് അരക്കാം. പച്ചരി കുറച്ച് ചോറ് മട്ട റൈസാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ കുറച്ച് ഏലക്കായ ഇട്ട് ശർക്കര പാനി അന്നേ നമ്മളെ വീട്ടിലാക്കി വെച്ചതാണ്. അപ്പോൾ ഈ അരിൻ്റെ മെതിയെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ അത് അരച്ചെടുത്തിട്ടാകുമ്പോൾ നമ്മുടെ മക്രോണി ഒന്ന് വെന്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ മുറിച്ച് വെച്ച എല്ലാ വെജിറ്റബിൾസും നമ്മളിതിലേക്ക് ഇട്ടിട്ട് നല്ലോണം സോട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസെല്ലാം നന്നായിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലത്തെ ഒരു കിണ്ണെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അരച്ച് വെച്ച കാരപ്പത്തിൻ്റെ മാവ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാരപ്പത്തിന് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇളക്കിയിട്ടാകുമ്പോൾ നമുക്ക് കറുത്ത എള്ള്, ഇതുപോലത്തെ കറുത്ത എള്ള് കുറച്ച് മേലെ വിതറിയിട്ട് ഒരു അരമണിക്കൂർ വരെ എന്ത് ചെയ്യുക, പൊത്തി വെച്ച് മാറ്റി വെക്കും. ഇതിപ്പോൾ ചൂടൊന്നുമില്ല, കുറച്ച് വൈകുന്നേരം ആകുമ്പോഴല്ലേ ഇത് ചൂടും. അതുവരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്ത് വെക്കാം. പിന്നെ മക്രോണീൻ്റെ പരിപാടിയിലേക്ക് ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾക്ക് വേണ്ടിയിട്ടാകുമ്പം അധികം സോസോ ചിക്കനോ ഒന്നും ഇല്ലാത്തൊരു ഹെൽത്തി മക്രോണി റെസിപ്പിയാണ്. അപ്പോൾ കുറച്ച് സോസും കുറച്ച് സോയാ സോസും ഇട്ടിട്ട് ഒന്ന് നല്ലോണം സ്പൂണോടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് പിന്നെ നമ്മൾ ഈ വെജിറ്റബിൾസെല്ലാം ഒന്നായിട്ടുണ്ട്. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് സോട്ടായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് സോസും കുറച്ച് സോയാ സോസും ഉപയോഗിച്ചിട്ടുള്ളൂ. കാരണം എപ്പോഴും നമ്മൾ ഉണ്ടാക്കുമ്പോൾ മക്രോണി കുറേ സോസൊക്കെ ഇട്ടിട്ടല്ലേ, അപ്പോൾ ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഊറ്റി വെച്ച് മക്രോണിയൊക്കെ നമ്മൾ ഇട്ടിട്ട് അതൊന്ന് ജസ്റ്റ് ഇളക്കിയിട്ടാകുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത സോസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഒലീവ് ഓയിലാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് മേലെ കുറച്ച് മല്ലിച്ചപ്പും ഒരു 1/2 ടേബിൾ സ്പൂൺ ബട്ടറും ഇട്ടിട്ട് ഒരു 5 മിനിറ്റ്സ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് പൊത്തി വെച്ചിട്ട് ഒരു ദമ്മ് പോലെ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് മസാലയിൽ അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ആക്കാം. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള മക്രോണിയായി. പിന്നെ ഇത് മുറ്റത്ത് പോയിട്ട് വാഴൻ്റെ ഇല പറിച്ചിട്ട് നമ്മൾ കാരപ്പത്തിന് വേണ്ടിയിട്ട് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാഴൻ്റെ ഇല. അപ്പോൾ നല്ല മാവ് നല്ല ഇതായിട്ടുണ്ട്. അപ്പം നല്ല മാവായിട്ട് വന്നിട്ടുണ്ട്. ഇത് കാരപ്പച്ചട്ടിയിലേക്ക് നമ്മൾ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല അടിപൊളി കാരപ്പായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് ഞാൻ ചുട്ടിട്ട് ഇട്ട് വെക്കുന്നത് മൺകുടുക്കയിലാണ് കേട്ടോ. കുറച്ച് വാഴയില ഇട്ടിട്ട് ഇതിലേക്ക് മൺകുടുക്കയിലേക്ക് കുറച്ച് കാരപ്പ് ഇട്ടിട്ടാകുമ്പോൾ നല്ല രസമല്ലേ, മൺചട്ടിയിലൊക്കെ ഇട്ട് വെച്ച്. അപ്പം ഇതുപോലത്തെ ഫോർ മോർ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മളെ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.